2021 മുതൽ കേരളത്തിൽ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട്. കാരണം നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത് ഭാരതം വേണം. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ തുടരണം എന്നാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഒരു പൊതുവായ അജണ്ട അവർ രണ്ടുപേർക്കുമുണ്ട്. ആരും കേരളത്തിൽ വന്ന് നിക്ഷേപിക്കുന്നില്ല. ഒരു വലിയ പദ്ധതികളും അവർ ഏറ്റെടുത്തിട്ടില്ല. വിമാനത്താവളങ്ങൾ, കണ്ണൂർ വിമാനത്താവളം കഴിഞ്ഞ UDF സർക്കാരാണ് പൂർത്തിയാക്കിയത്. തുടങ്ങുകയും പൂർത്തിയാക്കുകയും ചെയ്തു. കൊച്ചി മെട്രോ ഞങ്ങളാണ് ചെയ്തത്. അവർ പറയുന്ന വികസനം എന്താണ്? ഒരു വികസനവുമില്ല. തൊഴിലില്ലായ്മ നിരക്ക് കൂടുകയാണ്, വിലക്കയറ്റം കൂടുകയാണ്. അതുകൊണ്ട് എല്ലാവരും കേരളം വിട്ടു പോകുകയാണ്. കേരളം ഇപ്പോൾ ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ തിരക്കിട്ട ജോലികൾക്കിടയിൽ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയോടാണോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഞാൻ നിങ്ങളോട് അത് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ എതിരാളിയായ LDFന് വളരെ വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം എല്ലായിടത്തുമുണ്ട്. ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു പോലുമില്ല. അടുത്ത നേതാവ് ആരായിരിക്കുമെന്ന് ആളുകൾക്ക് വ്യക്തമായി അറിയാത്തത് ഒരു പ്രചാരണത്തിൽ ഒരു പോരായ്മയല്ലേ? താങ്കളാണോ അടുത്ത മുഖ്യമന്ത്രി? നോക്കൂ, ഒന്നാമതായി ഞങ്ങൾക്കില്ല കോൺഗ്രസ് പാർട്ടി ആരാണ് സ്ഥാനാർത്ഥിയെന്ന് അങ്ങനെയൊരിക്കലും വ്യക്തമായി പ്രഖ്യാപിക്കാറില്ല. അതുകൊണ്ടാണ് അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോൽക്കുന്നത്. കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും അത് ഞങ്ങളുടെ രീതിയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, മിസ്റ്റർ പിണറായി വിജയനാണ് ഏക നേതാവ്. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ഭരണം സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 4-5 നേതാക്കളുണ്ട്. മുഖ്യമന്ത്രിയാകാനും സംസ്ഥാനത്തെ നയിക്കാനും യോഗ്യരായ നേതാക്കളുണ്ടെന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭംഗി. അതാണ് പാർട്ടിയുടെ ഭംഗി. താങ്കൾ കാണുന്നില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഞങ്ങളുടെ നേതൃത്വം തീരുമാനിക്കും. അപ്പോൾ താങ്കൾ അതിനെ ഒരു ബലഹീനതയായി കാണുന്നില്ലേ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരാണ് എന്നറിയുന്നത് നല്ലതാണ്. ആരാണ് അടുത്ത നേതാവാകാൻ പോകുന്നതെന്ന് വോട്ടർമാർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ വ്യക്തതയില്ലാത്തപ്പോൾ അതൊരു ചെറിയ പോരായ്മയാണ്. ഇല്ല, അതൊരു പോരായ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞങ്ങളെ സഹായിക്കുന്നു. കാരണം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പാർട്ടിയിൽ ഭിന്നതയില്ല. അതുകൊണ്ട് ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമുണ്ട്. ആ രീതിയിൽ അത് ഞങ്ങൾക്ക് സഹായകമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ ഞങ്ങളുടെ എല്ലാ നേതാക്കളെയും വിളിച്ചു. 7-8 പേരുണ്ട്. ഒടുവിൽ അവർ പറഞ്ഞു, ആദ്യത്തെ മുൻഗണന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതായിരിക്കും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടേക്കാം. എല്ലാവരും സമ്മതിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ്. 10 വർഷമായി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് ഞങ്ങളും സംസ്ഥാനത്തെ ജനങ്ങളും ആ സർക്കാരിൽ ഒരു പരിഹാരം തേടുകയായിരുന്നു. ബി.ജെ.പി. ഇവിടെ ഒരു ഘടകമല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ പോരാടി കേരളത്തിൽ UDF സർക്കാരിനെ തിരികെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ പ്രധാന കർത്തവ്യമാണ്. നിങ്ങൾ LDF BJP ബന്ധം ആരോപിച്ചു പിടിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറയുന്നു, നോക്കൂ, പാലക്കാട് പോലുള്ള സീറ്റുകളിൽ അവരവരെ ജയിക്കാൻ സഹായിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമുള്ള തെരഞ്ഞെടുപ്പാണെന്നും അതുകൊണ്ട് ആ ഏതാനും സീറ്റുകളെക്കുറിച്ചും നിങ്ങൾ ആശങ്കാകുലരാണെന്നും ആണോ അത് സൂചിപ്പിക്കുന്നത്? ഇതൊരു തരംഗമൊന്നുമല്ല. 10 വർഷത്തിന് ശേഷവും UDF നടത്താൻ പോകുന്നത് ഒരു തൂത്തുവാരലൊന്നുമല്ല. അതോ നമ്മൾ സംസാരിക്കുന്ന ആ പ്രത്യേക സീറ്റുകളിൽ ഇങ്ങനെയുള്ള, നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രതിരോധ തന്ത്രം മെനയാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണോ അവർക്ക് കോൺഗ്രസ് മുക്ത് ഭാരതം വേണമെന്നും അതിനാൽ ഇങ്ങനെയൊരു ധാരണയുണ്ടെന്നും നിങ്ങൾ പറയുന്നത്? കേരളത്തിൽ 2021 മുതൽ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ട്. കാരണം നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത് ഭാരതം വേണം. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് സർക്കാർ തുടരണമെന്നാണ്. അതുകൊണ്ട് അവർ രണ്ടുപേർക്കും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഒരു പൊതുവായ അജണ്ടയുണ്ട്. അതുകൊണ്ട് അത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 2021 ആ സമയത്ത് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അത് വളരെ വ്യക്തമായിരുന്നു. പിന്നെ ചില സീറ്റുകളിൽ ബി.ജെ.പിയുടെ വോട്ടർമാരല്ല, BDJS-ഉം NDAയുടെ മറ്റ് സഖ്യകക്ഷികളും അവർ CPM-ന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾക്ക് 40% വോട്ടുകൾ കിട്ടി. CPM-ന് 44% കിട്ടി. BJP ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവർക്ക് 14 കിട്ടി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 10% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ആ 4% വോട്ടുകൾ നിർണായകമായിരുന്നു. അത് CPM-ന് പോയി. അതുകൊണ്ട് ഇത്തവണയും ഇതേ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇതറിയാൻ മാത്രം ബുദ്ധിയുള്ളവരാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് അതേക്കുറിച്ച് തുറന്നു പറയുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത്. BJPക്ക് വോട്ട് ചെയ്യുന്നത് CPM-നെ സഹായിക്കലാണ്.
കാരണം സംസ്ഥാനത്ത് ശക്തമായി നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം വിഭജിക്കാൻ അവരാഗ്രഹിച്ചു. അത് വിഭജിക്കാൻ അവരാഗ്രഹിച്ചു. അതാണ് അവരുടെ ചിന്ത. പക്ഷേ അത് സംഭവിക്കില്ല. ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും. അപ്പോൾ 2021 തിരഞ്ഞെടുപ്പിന് ശേഷവും LDF ജയിക്കാൻ കാരണം വോട്ട് മറിക്കലായിരുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ കഴിവുള്ളവരെ കൊണ്ടോ മറ്റോ അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെ ശരിയായി നേരിട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ അസം പാർലമെന്റിൽ 8, 20, 20-ൽ 18 സീറ്റും ജയിച്ചത്. ഒന്നൊഴികെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ജയിച്ചു. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 4, 5, 8 ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ശരിയായി ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ ഒരു വിജയം ലഭിച്ചു. കേരളത്തിലുടനീളം ഞങ്ങൾക്കത് ലഭിച്ചു. അതുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്ക് ഇന്നത്തെ സർക്കാരിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നുമാണ്. തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് മുഖ്യമന്ത്രി. തീർച്ചയായും അദ്ദേഹം പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നതുകൊണ്ട് ഒരു യുദ്ധമുന്നണിയിൽ പരാജയം അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞേക്കാം. എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തന്ത്രമുണ്ട്. ഇപ്പോൾ അവർക്ക് SDPAയുമായും സഖ്യമുണ്ട്. SDPA ഒരു പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നുള്ള 2 സ്ഥാനാർത്ഥികൾ മുൻപ് അവർ SDPAയുടെ ബാനറിൽ ആ 2 എണ്ണത്തിൽ മത്സരിച്ചിരുന്നു. ഇപ്പോൾ അവർ വേങ്ങരയിലും മലപ്പുറത്തും CPMന്റെ സ്ഥാനാർത്ഥികളാണ്. അതിന് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ പറഞ്ഞത് അതൊരു പോക്കറ്റ് അടിക്കാരൻ കള്ളനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണെന്നാണ്. ഇല്ല. ഇത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ അതിന്റെ വിപരീതം. എന്തുകൊണ്ടാണ് അദ്ദേഹം SDPAയുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയുന്നത്? അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ കാര്യമായ വികസനം നടന്നിട്ടുണ്ട്. ആളുകൾക്ക് നിങ്ങൾക്കത് കാണാൻ കഴിയും. സാമ്പത്തിക കണക്കുകൾ പോലും 6.9, 6.7% വളർച്ച കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളർച്ചയുടെ കാര്യത്തിലോ ജനങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിലോ വലിയ നെഗറ്റീവ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്തിനാളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? കഴിഞ്ഞ 4-5 വർഷമായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM 43% താഴെ പോയിട്ടില്ല. അതെ, നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 43% കടന്നിട്ടില്ല. പൊതു തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഒരുപക്ഷെ കടന്നേക്കാം. അപ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നോക്കൂ, കേരളത്തിൽ വികസനമില്ല. നമ്മുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം വെറും 300 കോടിയാണ്. നിങ്ങൾ മറ്റ് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര എന്നിവയുമായി താരതമ്യം ചെയ്തു നോക്കൂ. അവർക്ക് ബില്യണുകളും ട്രില്യണുകളുമാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി ലഭിക്കുന്നത്. നിക്ഷേപത്തിന്റെ കാര്യത്തിലും നമ്മൾ വളരെ പിന്നിലാണ്. ആരും കേരളത്തിൽ വന്ന് നിക്ഷേപിക്കുന്നില്ല. അവർ വലിയ പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടില്ല. വിമാനത്താവളങ്ങൾ, കണ്ണൂർ വിമാനത്താവളം കഴിഞ്ഞ UDF സർക്കാരാണ് പൂർത്തിയാക്കിയത്. തുടങ്ങുകയും പൂർത്തിയാക്കുകയും ചെയ്തു. കൊച്ചി മെട്രോ ഞങ്ങൾ ചെയ്തതാണ്. ഈ സർക്കാരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സംരംഭം എന്താണ്? അവർക്കൊന്നും പറയാൻ കഴിയില്ല. അവർ പറയുന്നു അവർ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നു എന്ന്. എന്താണിത്? ഈ മഹാരാജാവിന്റെ കാലത്തും ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തും കേരളത്തിൽ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിലെന്ത് പുതിയ കാര്യമാണുള്ളത്? അതല്ല, അവർ പറയുന്ന വികസനം എന്താണ്? ഒരു വികസനവുമില്ല. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുകയാണ്, വിലക്കയറ്റം കൂടുകയാണ്. അതുപോലെ യുവാക്കളെയെല്ലാം മറ്റ് രാജ്യങ്ങളായ അയർലൻഡ്, UK, ഫ്രാൻസ്, പിന്നെ കാനഡ എന്നിവിടങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ്. കേരളത്തിലെ എല്ലാ യുവാക്കളുടെയും പുതിയ ലക്ഷ്യസ്ഥാനം കാനഡയാണ്. എന്തിനാണ് അവർ പോകുന്നത്? കാരണം കേരളത്തിൽ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് മെച്ചപ്പെട്ട ജോലികൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കേരളം വിട്ടുപോകുന്നു. കേരളം ഇപ്പോൾ ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഇതാണ്. എല്ലാ ചെറുപ്പക്കാരും പുറത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടെ ഒന്നുമില്ല. അവർക്ക് തൊഴിൽ ലഭിക്കാൻ പദ്ധതികളുമില്ല. നിങ്ങൾ പിന്തുണയ്ക്കുന്ന 4 സ്വതന്ത്ര MLA-മാരുണ്ട്. അവർ CPM പാർട്ടി വിട്ടവരാണ്. ഇനി അവർ വിജയിക്കുകയും UDFും LDFും ഒരു നാടകീയമായ അന്ത്യത്തിന് ഒരുപോലെ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് CPMലേക്ക് തിരികെ പോകില്ലെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുണ്ട്? ഇല്ല, കേരളത്തിൽ ഈ ആയാറാം ഗായാറാമൊന്നും നടക്കില്ല. അത് കേരളത്തിൽ പ്രയോജനപ്പെടില്ല. എന്തുകൊണ്ടാണ് ഈ 4 പ്രധാന നേതാക്കൾ CPMൽ കലാപം നടത്തിയത്? അതൊരു പ്രധാന പ്രശ്നമാണ്, മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്. തിരഞ്ഞെടുപ്പിന് ശേഷം CPMൽ നിന്ന് ആരും കലാപം നടത്തില്ല. അതിനർത്ഥം
CPM-ൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നാണ്. കേരളത്തിൽ ഇത് മുൻപ് സംഭവിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മരുമകനെ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും CPM പ്രവർത്തിക്കുന്ന രീതിയിലും ജനങ്ങൾ സന്തുഷ്ടരല്ല. അതുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത് ഈ കലാപം നടക്കുന്നത്. തീർച്ചയായും അവരിൽ ചിലർ ജയിക്കും. ഉറപ്പായും അവർ ജയിക്കും. അവർ നമ്മുടെ ഭാഗമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊന്ന് ഈ കിംവദന്തിയും പിന്നെ BJPയും പിന്നെ LDFും ഒന്നിക്കുന്നു എന്നുള്ളതുമാണ്. വസ്തുതകളില്ല. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും വ്യക്തമായ മുൻതൂക്കമുണ്ട്. പക്ഷെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ പരാജയമുണ്ട്. ഹിന്ദുക്കൾ LDF ആണ്. ഹിന്ദുക്കൾ BJPയെ പിന്തുണക്കുന്നവരുമാണ്. അതാണ് പ്രധാന മത്സരം. LDFിൽ നിന്ന് ഹിന്ദുക്കളെ നേടാനാണ് BJP ശ്രമിക്കുന്നത്. അവർ തമ്മിൽ മത്സരിക്കുമ്പോൾ അവർ ഒന്നിക്കുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇതിൽ പ്രധാന ശത്രുക്കൾ അവരാണ്. അല്ല, അവരുടെ പ്രധാന അജണ്ട, മോദിയുടെ പ്രധാന അജണ്ട കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുക എന്നതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. കേരളത്തിൽ BJPക്ക് MLA ഇല്ല. സത്യം പറഞ്ഞാൽ അവരുടെ വോട്ട് വിഹിതം ഇവിടെ 15% താഴെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ തങ്ങൾക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മോദിക്കും അമിത്ഷായ്ക്കും പോലും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നതായിരിക്കും അവരുടെ അജണ്ട. അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ BJP ഒരു സർക്കാർ രൂപീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് മറ്റൊരു തന്ത്രമുണ്ടാകുമായിരുന്നു. ഇവിടെ അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കണം. പക്ഷേ അതിവിടെ നടക്കില്ല. കൂടാതെ ഈ CPM, തീർച്ചയായും നിങ്ങൾ എന്നോട് പറയുന്നത് ശരിയാണ്. കാലക്രമേണ CPM ഇവിടെ ഒരു ഹിന്ദു പാർട്ടിയാണ്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി അവരിവിടെ ഒരു ഇരട്ടത്താപ്പ് സ്വീകരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പൗരത്വ നിയമ ഭേദഗതി CAAയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതായിരുന്നു അദ്ദേഹം നൽകിയ ഒരേ ഒരു പ്രസംഗം. പക്ഷേ ന്യൂനപക്ഷം ഞങ്ങളോടൊപ്പം നിന്നു, ഭൂരിപക്ഷവും. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഹിന്ദു ഭൂരിപക്ഷവാദത്തെ ഒരു വിഷയമായി ആശ്രയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ശബരിമലയെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സാർവത്രിക അയ്യപ്പ സംഗമം. ഇതെല്ലാം CPM വോട്ടുകൾ BJPയിലേക്ക് ചോരുന്നത് തടയാനായിരുന്നു. പക്ഷേ അതും ഫലം കണ്ടില്ല. മുൻപ് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം BJPയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ഭൂരിപക്ഷം, CPMലെ ഭൂരിപക്ഷം പ്രവർത്തകർ CPMലേക്ക് പോകുകയാണ്. അതുകൊണ്ട് അവരൊരു സംവിധാനം സ്വീകരിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ നയം ഹിന്ദുക്കളെ ഒരുതരം പ്രീണിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഇതും വിജയിക്കാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ CPMന്റെ 4 നേതാക്കൾ ജയിലിലായിരുന്നു. ഇപ്പോൾ അവർ പുറത്താണ്. ഗവൺമെന്റ് സമ്മർദ്ദം കാരണവും അതുപോലെ 90 ദിവസത്തെ നിശ്ചിത സമയത്തിനുള്ളിൽ അവർ നൽകാത്തതിനാലും. കുറ്റപത്രം അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടി. CPM പോലുള്ള ഒരു പാർട്ടി പോലും ശബരിമല സ്വർണ്ണമോഷണത്തിൽ നേരിട്ട് പങ്കുള്ള ആ കുറ്റവാളികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് ആളുകളെല്ലാം ചോദിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണ്ണമോഷണത്തിൽ നേരിട്ട് പങ്കുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ CPM എന്തുകൊണ്ട് മടിക്കുന്നു? അതേസമയം ജാഥകൾക്കുള്ള പാർട്ടി ഫണ്ട് മോഷണത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തി, അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ CPMന് ഉത്തരം നൽകാൻ കഴിയില്ല. നിങ്ങൾ SDPIയെക്കുറിച്ച് സംസാരിക്കുകയും അവർ ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. നിങ്ങളുടെ പാർട്ടിയും പ്രണയ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജമാഅത്തിൻ്റെയും ന്യൂനപക്ഷ വോട്ടിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. നിങ്ങളുടെ മുസ്ലിം വോട്ടർമാരെ ഉറപ്പിച്ചു നിർത്തുന്നതിനായി നിങ്ങൾ അത്തരം ഘടകങ്ങളെ സമീപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമർശനം വീണ്ടും നിങ്ങൾക്ക് നേരെ വരുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ഒരു മറുധ്രുവീകരണത്തിന് കാരണമാക്കില്ലേ? രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഹിന്ദു വോട്ടും ആവശ്യമാണ്. നിങ്ങളുടെ മുസ്ലിം വോട്ടർമാരെ സംരക്ഷിക്കാനോ ഒപ്പം നിർത്താനോ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ വോട്ട് ബേസ് ഭദ്രമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളിലെ ഒരു വിഭാഗവും കേരളത്തിൽ ഭദ്രമാണ്. ഒരു വ്യത്യാസവുമില്ല. ഇത് മാറ്റാൻ ശ്രമങ്ങളുണ്ടായിരുന്നു. BJPയും അത് മാറ്റാൻ ആഗ്രഹിച്ചിരുന്നു.
BJP അവരുടെ പരമാവധി ശ്രമിച്ചു ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ, പക്ഷേ അത് നടക്കുന്നില്ല. പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ പള്ളിയിൽ പോകുന്നു ക്രിസ്ത്യൻ ആഘോഷത്തിന്. അതേസമയം ഒറീസയിൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആക്രമിക്കപ്പെട്ടു. അപ്പോൾ എവിടെ എന്തായിരിക്കും ജനങ്ങളുടെ വികാരം? ഇന്ന് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യാൻ പോകുകയാണ്. ഈ വാർത്ത പുറത്തുവരുന്നുണ്ട്. അതും കേരളത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ക്രിസ്തീയ ബിഷപ്പുമാർക്കും അവരുടെ സംഘടനകൾക്കും വിദേശ പണം ലഭിച്ചേക്കാം. അതുകൊണ്ട് ആ പുരോഗതിയും ഞങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ വോട്ടിംഗ് ശക്തി ഭദ്രമാണ്. ആർക്കും അത് മാറ്റാൻ കഴിയില്ല. അവർ അവരുടെ തലങ്ങളിൽ ശ്രമിച്ചു BJP, പക്ഷെ അവർക്ക് കഴിയില്ല. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല CPM-ഉം ഒരു പരിധിവരെ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് ഫലിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വോട്ട് ബേസ് ഭദ്രമാണ്. BJPക്കോ CPM-നോ പോലും ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ കടന്നു കയറി ഞങ്ങൾക്കൊരു പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വോട്ട് ബാങ്ക് ഭദ്രമാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തു നൽകുന്നു? കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു 40-41 സീറ്റുകളുടെ അടിത്തറ ജയിക്കാൻ നിങ്ങൾക്കിനിയും 30 സീറ്റുകൾ കൂടി നേടേണ്ടതുണ്ട്. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ CPM-നും ഇടതുമുന്നണിക്കും അസംബ്ലി മണ്ഡലങ്ങളിൽ 50കളിൽ ഒരു അടിത്തറയുണ്ടെന്നത് കാണിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഭരണം രൂപീകരിക്കാനോ നിലനിർത്താനോ 15-16 സീറ്റുകൾ കൂടി മതിയാകും. അങ്ങനെയെങ്കിൽ എവിടെയാണ് അവരെ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മറിച്ചിടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നത്? അധികമുള്ള 5-6% വോട്ടുകൾ എവിടെ നിന്ന് വരാൻ പോകുന്നു? അവ BJP-യിൽ നിന്നാണോ അതോ ഇടതുമുന്നണിയിൽ നിന്നാണോ വരാൻ പോകുന്നത്? രാഷ്ട്രീയത്തിൽ രണ്ടും കൂട്ടിയാൽ 4 അല്ല. അത് നിങ്ങൾക്കറിയാമല്ലോ അശ്വാജി, അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ സംസ്ഥാനത്തെ അന്തരീക്ഷം പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമാണ്. കാരണം കേരളത്തിൽ ഒരിക്കലും 10 വർഷത്തെ ഭരണമുണ്ടാകില്ല. നമുക്കെപ്പോഴും 5 വർഷം എന്ന രീതിയാണ്. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ സർക്കാരുകളെ മാറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ആളുകൾക്ക് മടുത്തു. കാരണം അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ വികാരം, ജനങ്ങളുടെ ആ ആഗ്രഹം ഞങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാക്കി തരും. അത് കേരളത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ മാർജിൻ 2000-ൽ താഴെയുള്ള 7 സീറ്റുകളുണ്ടായിരുന്നു. അവ പ്രധാനമായും മുസ്ലിം ആധിപത്യമുള്ള പ്രദേശങ്ങളായ നിങ്ങൾക്കറിയാമല്ലോ മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു. ഇത്തവണ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തന്നെ ആശങ്കയുണ്ട്. കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഗൾഫിൽ നിന്ന് വരുന്ന വോട്ടർമാർക്ക് യുദ്ധം കാരണം വരാൻ കഴിയില്ല. അതുകൊണ്ട് അത് വോട്ടിങ്ങിനെയും അവരുടെ സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെയും ബാധിക്കുമെന്ന് അവർ ആശങ്കാകുലരാണ്. മുസ്ലിം ലീഗിനെ ബാധിച്ചാൽ സ്വാഭാവികമായും മുന്നണിയെയും അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആശങ്കയുണ്ടോ? ഗൾഫ് യുദ്ധത്തെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട്. അവിടെ സമ്പദ് വ്യവസ്ഥ തകർന്ന നിലയിലാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് 2-3 ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങി. അതിനർത്ഥം അവിടെ അവരെങ്ങനെയോ ഗ്യാസ് സംഘടിപ്പിച്ചു. അതുകൊണ്ട് അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു, പൂർണ്ണമായും ബാധിക്കുന്നു. തീർച്ചയായും ചിലർക്ക് വന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവർക്ക് വരാൻ കഴിയില്ല, അവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ശരിയായ ഗതാഗത സൗകര്യങ്ങളില്ല, വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് അഭിമുഖീകരിക്കുന്നു. അതൊരു പരിധിവരെ ഞങ്ങളെ ബാധിക്കുന്നുമുണ്ട്. അതേസമയം വോട്ട് ചെയ്യുമ്പോൾ പോലും ചിലർ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്താൻ പോലും പദ്ധതിയിടുന്നുണ്ട്. അത് ഇത്തവണ സംഭവിക്കുമോ? അവർ ചാർട്ടർ ചെയ്യാൻ പോകുകയാണോ? ചില ആളുകൾ അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചിലർ അങ്ങനെ പദ്ധതിയിടുന്നുണ്ട്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വിജയത്തിന് എനിക്ക് നിങ്ങളെ അഭിനന്ദിക്കേണ്ടതുണ്ട്. വ്യക്തമായ തൂത്തുവാരൽ. എന്നാൽ ലോക്സഭയും നിയമസഭയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വോട്ടുകൾ എപ്പോഴും കുറയുന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. വീണ്ടും അഭിനന്ദനങ്ങൾ. നിങ്ങൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളെ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ 5% മുന്നിട്ട് നിന്നു. എന്നാൽ ചരിത്രപരമായി നിങ്ങൾ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ 6 മാസം കഴിഞ്ഞ് നിയമസഭ, CPM-ന് 6% വർദ്ധിക്കുകയും
നിങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭകളിലേക്ക് 2% വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് മൊത്തത്തിൽ 4% വർദ്ധിക്കുന്നു. അപ്പോൾ നിങ്ങൾ 5% ജയിച്ചു, പക്ഷേ അവർക്ക് 4% വർധനവുണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് ഇത് 1% വ്യത്യാസമാണ്. അത് നിങ്ങൾക്ക് വളരെ വളരെ അപകടകരമാണ്. ഇല്ല, എപ്പോഴും കേരളം അങ്ങനെയാണ്. 1%, 2%. കോവിഡ് കാരണം. എങ്ങനെയായാലും നിങ്ങൾ 1% താഴെ പോകാം. ഇല്ലില്ല, ഞങ്ങൾ ജയിക്കുന്നതും തോൽക്കുന്നതും എപ്പോഴും 1%, 2% വ്യത്യാസത്തിൽ മാത്രമാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അവസാനമായി അത് 4% കോവിഡ് സാഹചര്യം കാരണമായിരുന്നു. അതുകൊണ്ട് ഇതൊരു നിയന്ത്രിത തെരഞ്ഞെടുപ്പായിരുന്നു. 5-ൽ കൂടുതൽ ആളുകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പ്രചാരണം നടത്താനോ കഴിയുമായിരുന്നില്ല. അല്ലാതെ ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. CPM ഒരു കേഡർ സംവിധാനമാണ്. RSSും ഒരു കേഡർ സംവിധാനമാണ്. അവർക്കത് ചെയ്യാൻ കഴിയും. പക്ഷേ ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ല. അത് ഞങ്ങളെ ഒരുപാട് ബാധിച്ചു. കഴിഞ്ഞ കോവിഡ് സാഹചര്യം ഞങ്ങൾക്ക് വലിയ നാശം വരുത്തിവെച്ചു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പ്രചാരണം വൈകിയാണ് ആരംഭിച്ചത്. ഈ ഇടവേള വളരെ ചെറുതായിരുന്നു. LDF അവരുടെ സ്ഥാനാർത്ഥികളുമായി വളരെ നേരത്തെ രംഗത്തിറങ്ങിയിരുന്നു. നിങ്ങൾക്ക് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമൂലമാണ് നിങ്ങളുടെ കാലതാമസം സംഭവിച്ചത്. ഇതൊരു ഇലക്ഷനാണ്. നിങ്ങൾ വിജയിക്കാൻ തീവ്രമായി ആഗ്രഹിക്കേണ്ട ഒന്ന്. മറ്റുള്ള സമയത്തേക്കാൾ മികച്ചതായി പ്രത്യേകിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? 1% മുതൽ 2% വരെ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ നിങ്ങൾ നൽകുന്ന പ്രത്യേക ഊന്നൽ എന്താണ്? കാരണം ഈ വിജയം കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്വാധീനം കൊണ്ടുകൂടിയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വഴി കാണിക്കും. തീർച്ചയായും നിങ്ങൾ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ വരും ദിവസങ്ങളിൽ മോദിക്കെതിരെ പോരാടാൻ അത് ഞങ്ങളെ സഹായിക്കും. അത് ശരിയാണ്. നോക്കൂ, ഞങ്ങൾക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലില്ല, ഇവിടെ കേരളത്തിൽ വിമത സ്ഥാനാർത്ഥികളില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്നാൽ CPMൽ 4-5 പേർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കൂടാതെ പങ്കാളികൾക്കിടയിൽ UDF പങ്കാളികൾക്കിടയിലുള്ള ഞങ്ങളുടെ സീറ്റ് വിഭജനം വളരെ സുഗമമായിരുന്നു. ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരു വാർത്ത പോലും വന്നില്ല. നിങ്ങളുടെ MP-മാർക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. 2ാം തവണ അതാണ് UDF ഒറ്റക്കെട്ടായിരുന്നു. ചില MP-മാർക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഒരു MP-യും മത്സരിക്കില്ല. കാരണം അപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരും. തലവേദനയാകും. ഖജനാവ് സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് ഞങ്ങൾ ആരെയും മത്സരിപ്പിക്കില്ലെന്നും MP-മാർക്ക് ഒരു സീറ്റും നൽകില്ലെന്നും ഞങ്ങൾ കരുതി. എന്നിട്ടിപ്പോ കൂടാതെ സീറ്റുകൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അത് നേരത്തെ ചെയ്തിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് ഇങ്ങനെയാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. വളരെ ദൗർഭാഗ്യകരം. ഞങ്ങൾക്ക് ഒട്ടും സമയമുണ്ടായിരുന്നില്ല. 2 ദിവസം മുസ്ലിം ഈ ഉത്സവം ഈദ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 ദിവസം ഈസ്റ്റർ ആഴ്ചയുണ്ട്. അതുകൊണ്ട് പ്രചാരണത്തിന് മിക്കവാറും സമയമില്ല. 6 ദിവസം. അത് നിങ്ങളെ കുറച്ച് ബാധിക്കുന്നുണ്ട്. അതെ, ഇല്ലില്ല, അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. എല്ലാ പുതിയ സ്ഥാനാർത്ഥികളെയും അല്പം ബാധിക്കും. പക്ഷേ ഇപ്പോഴും സമയമുണ്ട്. നമ്മുടെ ആളുകൾ രംഗത്തുണ്ട്. പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? സ്ഥാനാർത്ഥികൾ പുതിയതാണ്, പക്ഷേ പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിവിടെ പാർട്ടി സംവിധാനമുണ്ട്. പാർട്ടിയാണ് മത്സരിക്കുന്നത്. എനിക്ക് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മത്സരിക്കാൻ കഴിയും. പാർട്ടി അവിടെയുണ്ട്. പാർട്ടിക്ക് കഴിയും. ഞാൻ കോട്ടയത്തു നിന്നുള്ള ഒരു MP ആയിരുന്നു. അവിടെ ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. പാർട്ടി അവിടെയുണ്ട്. അതുകൊണ്ട് അവരെന്നെ അവിടെ നിന്ന് തെരഞ്ഞെടുത്തു. പാർട്ടി പോരാടുകയാണ്. അതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എന്നാൽ അത് BJPയുടെ ഒരു തന്ത്രമായിരുന്നു. ഞങ്ങൾക്ക് അസമിലും പോണ്ടിച്ചേരിയിലും കേരളത്തിലും സാധ്യതകളുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തി. പോണ്ടിച്ചേരിക്കും അസമിനും തമിഴ്നാടിനും അവർ 2 മാസത്തെ സമയം നൽകിയിട്ടുമുണ്ട്. വൈഷ്ണവ്, കേരളവും തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ഇത് ഞങ്ങളോട് കാണിച്ച ഒരു തന്ത്രമാണ്. അതുകൊണ്ട് നേതാക്കൾക്ക് ഇവിടെ വരാൻ കഴിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് 2 ദിവസത്തേക്ക് മാത്രമേ വരാൻ കഴിയൂ. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം കൂടി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അദ്ദേഹത്തെ കേരളത്തിന് അത്ര പരിചയമില്ല. അദ്ദേഹം കേരള കേഡറിൽ നിന്നുള്ള ആളാണ്. ഈദുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. ഇവിടെ വിശുദ്ധവാരമാണെന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ BJPയുടെ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ആളുകൾ കളത്തിലുണ്ട്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇല്ല, നിങ്ങൾക്ക് കളത്തിൽ ആളുകളുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ സമയം കുറവായതിനാലും മറ്റ് പാർട്ടികൾക്ക് കേഡറുകൾ ഉള്ളതിനാലും അവർ വോട്ടിംഗ് ബൂത്തുകളിലുണ്ട്. അവർ അവരുടെ ആളുകളെ പുറത്തിറക്കിയിട്ടുമുണ്ട്.
നിങ്ങൾ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ മറ്റ് 2 പാർട്ടികളെപ്പോലെ താഴെത്തട്ടിൽ നിങ്ങൾക്ക് ശക്തിയില്ല. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ദിവസം നിങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? ഇല്ല. കാരണം വാസുജി, കേരളത്തിൽ ഞങ്ങൾക്കും ഒരു സെമി കേഡർ സംവിധാനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്കിവിടെ ഒരു സെമി കേഡർ സംവിധാനമുണ്ട്. പാർട്ടി ബൂത്ത് തലം വരെയുമുണ്ട്. അതുകൊണ്ടാണ് പുനഃപരിശോധന ഇവിടെ ഒരു പ്രശ്നമാകാത്തത്. എന്തുകൊണ്ട്? കാരണം എല്ലാ ബൂത്തിലും ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. സർ, അതിവിടെ ഒരു പ്രശ്നമല്ല. മറ്റ് സംസ്ഥാനങ്ങളായ UP, ഉത്തർപ്രദേശ്, അസം എന്നിവിടങ്ങളിലേതുപോലെ പൂർണ്ണമായ ഒഴിവാക്കലല്ല. ഇവിടെ ഇതൊരു പ്രശ്നമേ അല്ല. എല്ലായിടത്തും നമ്മുടെ ബൂത്തിലെ ആൾ അവിടെ ഉണ്ടാകും. പിന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാർ BLA അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ബൂത്തിലെ ആളും BLAയും വളരെ ശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഒരാൾ പറഞ്ഞതുപോലെ മണി, മീഡിയ, മിസിൽ എന്നീ 3 എമ്മുകളുടെ യുദ്ധത്തിൽ ആരാണ് വിജയിക്കുന്നത്? LDF പറയുന്നു അത് UDF ആണെന്ന്, UDF പറയുന്നു അത് LDF ആണെന്ന്, BJP പറയുന്നു LDFും UDFും ആണെന്ന്. ആരാണ് മുന്നേ? ഈ മൂന്ന് കാര്യങ്ങളും CPMന്റെ കയ്യിലാണ്. അവർക്ക് ആവശ്യത്തിന് പണമുണ്ട്. അവർ വെച്ച ഹോർഡിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഒരു പാവപ്പെട്ട പാർട്ടിയാണ്. 10 വർഷമായി ഞങ്ങൾ അധികാരത്തിലില്ല. ഡൽഹിയിൽ 15 വർഷമായി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അതുകൊണ്ട് CPM പ്രചാരണം നടത്തുന്ന രീതി നോക്കൂ. എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും അവരുടെ ഹോർഡിങ്ങുകളും. ഞങ്ങൾക്ക് ഹോർഡിങ്ങുകളില്ല, ഞങ്ങൾക്ക് പണമില്ല. എന്നാൽ ആളുകൾ ഇതെല്ലാം വീണ്ടും തിരിച്ചറിയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് അവർ സർക്കാർ പണം ഉപയോഗിക്കുകയാണ്. അതെ, ഹോർഡിങ്ങുകൾ പാർട്ടി ഹോർഡിങ്ങുകളാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾക്കിതെല്ലാം കാണാൻ കഴിയും. പക്ഷെ അതൊന്നും ഒരു വിഷയമാകില്ല. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായി. അവർക്ക് അവരുടെ മുഖം വെളുപ്പിക്കണമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അത് സംഭവിക്കില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് മുസ്ലിം വോട്ട് കാരണമാണ്. അവർ ജനസംഖ്യയുടെ ഏകദേശം 30%, 28% അവർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവർക്ക്, മുസ്ലിം ലീഗിന്, ഒരുപാട് മന്ത്രിസ്ഥാനങ്ങൾ നൽകാൻ പോവുകയാണോ? കൂടാതെ അവരിലൊരാളെ ഉപമുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾ പോവുകയാണോ? ഈ 2 ചോദ്യങ്ങൾക്കും മുസ്ലിം ലീഗ് ഇതിനകം ഉത്തരം നൽകി. അവർ ഇതിനകം മറുപടി നൽകി. ഒന്നാമതായി അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അവർക്ക് 27 സീറ്റുകൾ ലഭിച്ചു. അവർ സംസ്ഥാനത്ത് ഒരു വർധനവും സീറ്റുകളിൽ വർധനവും ആവശ്യപ്പെട്ടില്ല. ഇത്തവണയും അവർക്ക് 27 ലഭിച്ചു. അവർക്ക് 5 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചു. തുടരാൻ ഞങ്ങൾ പറഞ്ഞു. അവരുടെ സുപ്രീമോ പറഞ്ഞു, മിസ്റ്റർ തങ്ങൾ, പണിക്കർ തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല. ഇത് വളരെ വ്യക്തമാണ്. പക്ഷെ നിങ്ങൾ അത് അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവരല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, ഞങ്ങളത് ആവശ്യപ്പെടില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തേക്കാം. ഇല്ല, അത് അംഗീകരിക്കാനാവില്ല. എനിക്കറിയാം ഈ ചോദ്യം വളരെ ബുദ്ധിപരമായ ചോദ്യമാണെന്ന്. അല്ല, എല്ലാ ചോദ്യങ്ങളും ബുദ്ധിപരമാണ്. ഇല്ല, അവര് സീറ്റ് വിതരണത്തിലോ മറ്റ് കാര്യങ്ങളിലോ വേറെ ഇളവുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ 10 വർഷത്തെ LDF ഭരണത്തിൽ ജനങ്ങൾക്കുള്ള മടുപ്പിനെയാണ് നിങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ കടബാധ്യതയെക്കുറിച്ചും 6 ലക്ഷം കോടി രൂപയെക്കുറിച്ചും അതൊരു കടം നിറഞ്ഞ സമ്പദ്വ്യവസ്ഥയായി മാറിയതിനെക്കുറിച്ചും അങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ. LDFിനോടുള്ള മടുപ്പല്ലാതെ UDFന് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങൾ നൽകുന്ന വലിയ പ്രചോദനം എന്താണ്? ഇല്ല, ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് അജണ്ടയുണ്ട്. ഞങ്ങൾ ദുർഭരണത്തെയും ഭരണവിരുദ്ധ വികാരത്തെയും മാത്രമല്ല ആശ്രയിക്കുന്നത്. അതേസമയം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, ഇവിടെ നോക്കൂ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇത് ചെയ്യും. ഒന്നാമതായി, രാഹുൽ ഗാന്ധിയിലൂടെ ഞങ്ങൾ 5 ഉറപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്രയാണ്. രണ്ടാമത്തേത്, പെൻഷൻ 3000-ആയി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ 25 ലക്ഷം. പ്രീ ഇൻഷുറൻസ് പരിരക്ഷ, മെഡിക്കൽ ഇൻഷുറൻസ്, എല്ലാ കുടുംബങ്ങൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ. പിന്നെ 5000 രൂപ യുവാക്കൾക്ക് പലിശരഹിതമായി 5 ലക്ഷം രൂപ. പിന്നെ 1000 രൂപ സ്ത്രീകൾക്ക് പോകുന്ന പെൺകുട്ടികൾക്ക്. അത് കർണാടക, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ വിജയിച്ചതാണ്. പക്ഷേ വീണ്ടും അതേ കാര്യം തന്നെയല്ലേ വരുന്നത്? ഒരു പാർട്ടിക്കും എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ 6 ലക്ഷം കോടി കടമുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും അതിനെ ബാലൻസ് ചെയ്യാത്ത ഇത്തരം ക്ഷേമ നടപടികൾ നിങ്ങൾ പ്രഖ്യാപിക്കും. നോക്കൂ, ഞങ്ങൾ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി മാത്രമേ ഖജനാവിന് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തും. അത് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല.